സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരുമിപ്പിച്ച് ഒരു സിനിമ ചെയ്യാൻ ഇന്ന് മലയാള സിനിമയിൽ ഏത് സംവിധായകനും കഴിയും. ഷാജി കൈലാസ് അങ്ങനെ ഒരു പ്രൊജക്ട് ആലോചിച്ചെങ്കിലും അതിൽ നിന്ന് മമ്മൂട്ടി പിന്മാറിയതായി പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പ്രൊജക്ട് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ സംവിധാനം ചെയ്താലും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ നേരത്തെ ഉദയകൃഷ്ണ ആലോചിച്ചിരുന്നു. മാഗസീനുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് സംബന്ധിച്ച് വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രൊജക്ട് നിശ്ചലാവസ്ഥയിൽ മമ്മൂക്ക നിർമ്മിക്കുന്ന ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മമ്മൂക്ക എനിക്ക് അഡ്വാൻസും തന്നു. അതിൽ ലാലേട്ടനും മമ്മൂക്കയുമായിരുന്നു പ്രധാന താരങ്ങൾ. പക്ഷേ അന്ന് അത് നടന്നില്ല. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അന്നേ പൂർത്തിയാക്കിയതാണ്. കുറച്ചുനാൾ മുൻപ് വെള്ളി നക്ഷത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഉദയകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ തിരക്കഥ എവിടെയാണ്? അതിനും ഉദയകൃഷ്ണ മറുപടി നൽകുന്നു. അന്ന് ലാലേട്ടൻ അത് കേട്ടിട്ടില്ലായിരുന്നു. അടുത്തിടെ ലാലേട്ടൻ ആ സ്ക്രിപ്റ്റ് കേട്ടു. വളരെ ഇഷ്ടമായി. ഉടനെ ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എങ്കിൽ പിന്നെ എന്താണ് തടസ്സം? അത്രയും വലിയ ഒരു പ്രൊജക്ട് എന്തിനു വെച്ച് താമസിപ്പിക്കണം? ഉദയകൃഷ്ണനിൽ നിന്ന് തന്നെ കേൾക്കാം. പക്ഷെ ഇപ്പോൾ മമ്മൂക്കയ്ക്ക് അത് നിർമ്മിക്കാൻ താല്പര്യമില്ല. അങ്ങനെ അത് എങ്ങും എത്താതെ കിടക്കുകയാണ്. ഒരു സംവിധായകന്റെ റിസ്ക് അറിയാവുന്നത് കൊണ്ട് ഞാനും മിണ്ടാതെ ഇരിക്കുന്നു, ഉദയകൃഷ്ണ വ്യക്തമാക്കി. മറ്റൊരു പുലിമുരുകനാകാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് അണിയറയിൽ ഇപ്പോൾ നിശ്ചലാവസ്ഥയിൽ തുടരുന്നത്. ആ തിരക്കഥയ്ക്ക് എന്തെങ്കിലും മോചനം ഉണ്ടാകുമോ? അത് സ്ക്രീനിൽ വെള്ളിടി തീർക്കുമോ? ഞാൻ ആ പ്രൊജക്ടിനെ കുറിച്ച് നന്നായി പ്രിപ്പയർഡ് ആണ്. ആദ്യം മുതൽ അവസാനം വരെ എന്റെ മനസ്സിൽ സംഗതി കിടപ്പുണ്ട്. ഉദയകൃഷ്ണയുടെ മറുപടിയിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ അർപ്പിക്കാം. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.